ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു യാത്ര പോകാം. എങ്ങോട്ടാണെന്നല്ലേ? കായലുകളുടെ നാട്, ഹൗസ് ബോട്ടുകളുടെ സ്വർഗം, പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മറ്റൊരു പേര്. അതാണ് ആലപ്പുഴ. കേരളത്തിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന മനോഹരമായ സ്ഥലം. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ഭക്തിയും വിശ്വാസവും നിറഞ്ഞ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ എത്തുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക ശാന്തതയാണ് അനുഭവപ്പെടുന്നത്. ദേവീഭക്തരുടെ പ്രധാന ആരാധനാ കേന്ദ്രമാണ് ഇവിടം. ഓരോ വർഷവും നടക്കുന്ന നാരീപൂജയും പൊങ്കാലയും ആയിരക്കണക്കിന് ഭക്തരെ ഇവിടെ എത്തിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നത് മണ്ണാറശാലയിലേക്കാണ്. നാഗരാജാവിനും നാഗയക്ഷിക്കും സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം സർപ്പാരാധനയ്ക്കായി ലോക പ്രശസ്തമാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്ഷേത്രാന്തരീക്ഷം മനസ്സിന് പ്രത്യേക ശാന്തി നൽകുന്നു. അടുത്തതായി ഞങ്ങൾ അമ്പലപ്പുഴയിലെത്തി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ണിക്കണ്ണന് സമർപ്പിച്ചിരിക്കുന്ന പുരാതന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് പിന്നിൽ വളരെ രസകരമായൊരു കഥയുണ്ട്. പഴയ കാലത്ത് അമ്പലപ്പുഴ രാജാവും ശ്രീകൃഷ്ണനും തമ്മിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു ചതുരംഗക്കളിയുടെ കഥയാണത്. കളിയിൽ ജയിക്കുന്നവർക്ക് സമ്മാനമായി ഓരോ ചതുരത്തിലും അരിയുടെ അളവ് ഇരട്ടിയാക്കി നൽകാമെന്ന് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ആദ്യ ചതുരത്തിൽ ഒരു അരിമണിയും, രണ്ടാമത്തേതിൽ 2ഉം, മൂന്നാമത്തേതിൽ 4ഉം എന്നിങ്ങനെ. എന്നാൽ കളി അവസാനിപ്പിക്കുമ്പോൾ അത്രയും വലിയ അളവിലുള്ള അരി നൽകാൻ രാജാവിന് സാധിക്കാതെ വന്നു. അപ്പോൾ ഭക്തർക്ക് അന്നദാനം നൽകിക്കൊണ്ട് ആ കടം തീർക്കാമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നാണ് വിശ്വാസം. ഇന്നും അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പാൽപ്പായസം ആ വിശ്വാസത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്ര ദർശനവും മനോഹരമായ അന്തരീക്ഷവും ആസ്വദിച്ച ശേഷം വിശപ്പും കൂടിയതോടുകൂടി ഞങ്ങൾ നേരെ പോയത് ന്യൂറോക്ക് സിറ്റി കള്ള് ഷാപ്പിലേക്ക്. ഒരു രുചികരമായ ഭക്ഷണവും കേരളത്തിന്റെ തനത് വിഭവങ്ങളും ആസ്വദിച്ച് കുറച്ചു സമയം അവിടെ ചെലവഴിച്ചു. യാത്രയുടെ ക്ഷീണം മാറ്റാൻ ആ ഭക്ഷണം സഹായിച്ചു എന്ന് തന്നെ പറയാം. ഭക്ഷണത്തിനു ശേഷം ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ആലപ്പുഴയുടെ മനോഹരമായ കായലുകൾ കാണുക എന്നതായിരുന്നു. അതിനായി ഞങ്ങൾ ബോട്ടിൽ കയറി. ബോട്ട് മെല്ലെ കായലിലൂടെ നീങ്ങുമ്പോൾ ഇരുവശത്തുമുള്ള പച്ചപ്പും ചെറിയ വീടുകളും മീൻ പിടിക്കുന്ന ആളുകളും എല്ലാം ചേർന്ന് ഒരു പോസ്റ്റ് കാർഡ് പോലെ മനോഹരമായ കാഴ്ചയായിരുന്നു. തണുത്ത കാറ്റും കായലിന്റെ ശാന്തതയും യാത്രയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൊന്നായി മാറി. ബോട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് പോയി. വൈകുന്നേരത്തെ കടൽ കാഴ്ച ശരിക്കും മനോഹരമായിരുന്നു. തിരമാലകൾ തീരത്തേക്ക് ഓടിയെത്തുമ്പോൾ കുട്ടികളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവർ ഓടിക്കളിച്ചും ചിരിച്ചും മണലിൽ കുസൃതികൾ കാണിച്ചും സമയം ചെലവഴിച്ചു. കടൽക്കരയിലെ ആ ചെറിയ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഈ യാത്രയുടെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകൾ. രാത്രിയായപ്പോൾ വിശപ്പ് വീണ്ടും ഓർമ്മിപ്പിച്ചു. അതോടെ ഒരു നാട്ടിൻപുറ തട്ടുകടയിൽ കയറി നല്ല ചൂടൻ ഭക്ഷണവും കഴിച്ചു. യാത്രയുടെ അവസാനം തട്ടുകടയിലെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയുണ്ട്. അങ്ങനെ ഭക്തിയും ചരിത്രവും പ്രകൃതി ഭംഗിയും രുചികരമായ ഭക്ഷണവും കുടുംബ സന്തോഷവും നിറഞ്ഞ ഞങ്ങളുടെ ആലപ്പുഴ യാത്ര അവസാനിച്ചു. ഒരുപാട് നല്ല ഓർമ്മകളും സന്തോഷങ്ങളും ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. ഓർമ്മകൾ സൃഷ്ടിക്കാൻ ചില യാത്രകൾ മതി. ആലപ്പുഴ അത്തരത്തിലൊരു യാത്രയായിരുന്നു.